നീണ്ടുകിടക്കുന്ന ഒരു ഗ്ലാസ് പാലം. കാടിൻ്റെ കടും പച്ചപ്പ് അതിൻ്റെ ചില്ലകളിൽ പ്രതിഫലിച്ച് കാണാം. ചില്ലുപാലത്തിൽ കയറി താഴേക്ക് നോക്കിയാൽ കാടാണ്. മരങ്ങളും വള്ളിപ്പടർപ്പും ചെടികളുമെല്ലാമുള്ള നല്ല കാട്. ഇനി നേരെ നോക്കിയാലും ഇതേ പച്ചപ്പ് തന്നെയാണ്. സ്വല്പം കോടമഞ്ഞും നോക്കെത്താ ദൂരത്തുള്ള കാഴ്ചകളും ആകാശം തൊട്ട് നിൽക്കുന്ന മലകളും കൂടിയാകുമ്പോൾ മിഷൻ കംപ്ലീറ്റ്. പറഞ്ഞു വരുന്നത് 900 കണ്ടിയെക്കുറിച്ചാണ്. ഫേസ്ബുക്ക് പോസ്റ്റുകളും യൂട്യൂബ് വീഡിയോകളും ഇൻസ്റ്റഗ്രാം റീൽസുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ ഒരു താരമാണ്. 900 കണ്ടിയുടെ ഭംഗി അന്നും ഇന്നും ഒരേപോലെ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓഫ് റോഡ് യാത്രയാണ് 900 കണ്ടിയിലേക്കുള്ള പ്രധാന ആകർഷണം. അതും കാടിന് നടുവിലൂടെയാകുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓഫ് റോഡ് ആയാലും സാധാരണ ജീപ്പും ബൈക്കും കൂളായി കയറിപ്പോകും. നല്ല കിടിലൻ കാഴ്ചകളാണ് ഈ വഴിയിലുള്ളത്. മരങ്ങളും വനവും ചോലകളും മാത്രമല്ല, ഇടയ്ക്ക് കാപ്പിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും എല്ലാം കടന്നാണ് യാത്ര പോകുന്നത്. സമയമുണ്ടെങ്കിൽ വഴിയിലിറങ്ങി കാഴ്ചകൾ പകർത്തി മുന്നോട്ട് പോകാം. വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾ ഭൂരിഭാഗവും ഇവിടം കൂടി കണ്ടേ നാടുപിടിക്കാറുള്ളൂ. 900 കണ്ടി കാണുവാൻ മാത്രമായി വയനാട്ടിലെത്തുന്നവരും കുറവല്ല. ചെറുപ്പക്കാർ മാത്രമല്ല, 900 കണ്ടി എന്തെന്നറിയുവാനുള്ള കൗതുകം പ്രായമായവരെയും കുട്ടികളെയും എല്ലാം ഇവിടെ എത്തിക്കുന്നു. 900 കണ്ടിയെ സംബന്ധിച്ച് പലർക്കും അറിയാത്തതും അതുപോലെ കൗതുകമുണർത്തുന്നതുമായ ഒന്നാണ് 900 കണ്ടി സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെന്നത്. എന്നാൽ ഇവിടേക്ക് എത്തിപ്പെടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. തൊള്ളായിരം കണ്ടിയിൽ യാത്രക്കാരെ പെരുത്താകർഷിക്കുന്ന കാഴ്ച ഇവിടുത്തെ ചില്ലുപാലമാണ്. മരങ്ങൾക്ക് മുകളിലൂടെ ആകാശത്തിലൂടെ നടക്കുന്നത് പോലെയുള്ള തോന്നലിൽ വളരെ രസവും കൗതുകകരവുമായ അനുഭവമാണ് ഇവിടുത്തെ ഈ ഗ്ലാസ് ബ്രിഡ്ജും അതിന് മുകളിലൂടെയുള്ള നടത്തവും സന്ദർശകർക്ക് നൽകുന്നത്. ഈ പാലം വന്ന അന്നു മുതൽ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിലെ സ്ഥിരം സാന്നിധ്യം കൂടിയാണിത്. സ്വകാര്യ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് പാലമുള്ളത്. പ്രത്യേക ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ച പാലം അങ്ങനെ പൊട്ടുമോ എന്ന പേടിയൊന്നും വേണ്ട. ധൈര്യമായി മുന്നോട്ട് പോയി കാഴ്ചകൾ കാണാം. ഒരു സമയം പാലത്തിൽ കയറുവാൻ 3 പേർക്ക് മാത്രമേ അനുമതിയുള്ളൂ. പരമാവധി അരമണിക്കൂർ സമയമാണ് പാലത്തിന് മുകളിൽ ചെലവഴിക്കാൻ സാധിക്കുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇത് തുറന്നിരിക്കുന്നത്. നിങ്ങളുടെ വയനാട് യാത്രയിൽ ഒരു പകൽ ചെലവഴിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടേക്ക് യാത്ര പ്ലാൻ ചെയ്യാം. രാത്രി താമസം കൂടി കണക്കാക്കി വരുന്നവർക്ക് അതിനുള്ള സൗകര്യവും ലഭിക്കും. തിരികെ പോകുമ്പോൾ വൈകിട്ട് ഒരുപാട് ഇരുട്ട് വീഴുന്നതിന് മുൻപേ മടങ്ങാം. ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ രാത്രിയിൽ ഇതുവഴി വരാറുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് 900 കണ്ടി സ്ഥിതി ചെയ്യുന്നത്. ചുണ്ടൽ എന്ന സ്ഥലത്ത് നിന്നും മേപ്പാടി ചൂരൽമല സൂചിപ്പാറ റൂട്ടിൽ കള്ളാടി മഖാം കഴിഞ്ഞ് ചെറിയ പാലവും കടന്നു വേണം ഇവിടേക്കുള്ള വഴിയിൽ കയറുവാൻ.